എന്താണ് ഉടനെ ചെയ്യേണ്ടത്? അവരിലെ സൽഗുണങ്ങൾ നമ്മൾ കാണണം എന്നാണ് വിധങ്ങൾ പറയണത്. ഒരാൾക്ക് ഭർത്താവിനെ കുറിച്ച് വെറുപ്പ് തോന്നുകയാണ്, അല്ലെങ്കിൽ ഭാര്യയെ കുറിച്ച് ഏതെങ്കിലും ഒരു സ്വഭാവം കാരണമാണല്ലോ പോയി വെറുപ്പ് തോന്നുക. അങ്ങനെ വെറുപ്പ് തോന്നുമ്പോൾ ഉടനെ ആ വെറുപ്പിൽ നിന്ന് മൈൻഡ് മാറണം. അല്ലെങ്കിൽ എന്താണ്, ആ സ്നേഹത്തിന്റെ അളവ് അവിടെ കുറഞ്ഞു. സ്നേഹത്തിന്റെ സ്ഥാനത്ത് അവിടെ ദേഷ്യം, ഈർഷ്യത കടന്നുകൂടി വിദ്വേഷം വന്നു കഴിഞ്ഞാൽ ആ ബന്ധം പിന്നെ പയ്യെ അതിന് ഉലച്ചിൽ തട്ടും. പിന്നെ അത് വർദ്ധിതമായ തോതിൽ സംശയരോഗത്തിലേക്ക്, തൊട്ടതിനൊക്കെ കുറ്റം കാണുന്നതിലേക്കൊക്കെ അത് വർദ്ധിക്കും. അതുകൊണ്ട് ഉടനെ ചികിത്സിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? അങ്ങനെ ഇണകൾക്ക് പരസ്പരം ഒരു വെറുപ്പോ വിദ്വേഷമോ വന്നു തോന്നിയാൽ ഉടനെ എന്ത് ചെയ്യണം? അവളിലെ നന്മകൾ നീ കാണണം. നന്മകൾ കണ്ടിട്ട് ആ തിന്മകളെ നീ കണ്ടില്ലെന്ന് വെക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പ്രത്യേകിച്ച് ഇച്ചിരി പ്രായമുള്ളമാരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ മകനും മകളും മരുമകളും ഇങ്ങനെ റൊമാൻറ്റിക് ലൈഫൊക്കെ ആസ്വദിക്കണതിന്റെ ഇടയിൽ ഇപ്പൊ നിങ്ങള് അസൂയപ്പെടരുത് കേട്ടോ. ഞാനൊക്കെ 10 പെറ്റതാ, ഞങ്ങളൊന്നും ഇങ്ങനെ നടന്നിട്ടില്ല. നിങ്ങള് കുശുമ്പ് മുത്തിട്ട് എന്താണ് കാര്യം ഉമ്മ? നിങ്ങളിങ്ങനെ കുശുമ്പിയാവല്ലേ? ആ പിള്ളേര് സന്തോഷിക്കട്ടെ. നിങ്ങൾക്ക് അതിന് തോഫി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചവനോട് പറയാന്നല്ലാതെ ആ പിള്ളേരുടെ സന്തോഷം പോയി കെടുത്തേണ്ട ആവശ്യം തൊട്ടുള്ളത്. എന്നാ മോളും മരുമകനും സന്തോഷിക്കാനാകുമ്പോ അല്ലല്ലോ എന്റെ മക്കള് നടക്കണണ്ടാ, അല്ല ബർക്കത്ത് ചെയ്ത് ഓർക്കട്ടെ എന്നാണ്. അങ്ങനെ കുറെ ഉമ്മമാരുണ്ട്. ഞാൻ കുറെ സങ്കടങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. Don't ever give up. Don't become despondent and don't be sad. You will be the winners. You will be victorious if you are believers. The Prophet ﷺ showed us the ingredient of victory of any difficulty comes with patience. The one who's going to have patience for a longer time will always be the winner. Don't ever give up. Don't become കുടുംബക്കാര് തെറ്റ് ചെയ്യുന്നത് ഉപ്പാക്കറിയാ. എൻഗേജ്മെന്റിന്റെ പേരിൽ അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങിന്റെ പേരിൽ വൃത്തികേട് നടക്കുന്നത് വാപ്പക്കും ഉമ്മാക്കും അറിയാം. കല്യാണത്തിന്റെ പേരിൽ, ഫെസ്റ്റിന്റെ പേരിൽ, സെന്റ് ഓഫിന്റെ പേരിൽ, ആർട്സ് ഫെസ്റ്റിന്റെ പേരിൽ, ന്യൂ ഇയറിന്റെ പേരിൽ ഈ ഉപ്പാക്കും ഉമ്മാക്കും ഒരു കൂസലില്ലെങ്കിൽ ഈ ഉപ്പക്കും ഉമ്മക്കും ഇസ്ലാം ഇടുന്ന പേരെന്താന്നറിയോ? ദയ്യൂസ് എന്നാണ്. ഈ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം സ്വന്തം കുടുംബക്കാര് തെറ്റ് ചെയ്യുമ്പോൾ ഒരു കൂസലുമില്ലാത്ത ഉപ്പയും ഉമ്മയും. ഓ മുടി എങ്ങനെ മുറിച്ചാലെന്താ, ഓള് ഡ്രസ്സ് എങ്ങനെ ഇട്ടാലെന്താ? ഈ ഉപ്പക്കുമ്മക്കും സ്വർഗം ഹറാമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബക്കാര് തെറ്റ് ചെയ്യുന്നത് നമുക്കറിയാം, അത് അംഗീകരിക്കുക, അത് നമ്മൾ അറിയുക എന്ന് പറയുന്നത് കടുത്ത ഹറാമും വൻദോഷമാണ്. അത് നമ്മളിൽ നിന്നുണ്ടാവും. നമ്മൾ ഒരു ഉപദേശം നൽകിയാൽ ആ ഉപദേശം കൊണ്ട് ഫലമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അബൂജഹൽ മുസ്ലിം ആവൂല എന്ന് അള്ളാഹ്ക്ക് അറിയില്ലേ? അറിയാം. പിന്നെന്തിനാ നബി തങ്ങൾ അങ്ങോട്ടേക്ക് ദഅവത്തിന് അയച്ചത്? ദാഇ ആലോചിക്കേണ്ടത് റിസൾട്ട് അല്ല, നമുക്ക് കൂലി ഉണ്ടാവാൻ നമ്മൾ ദഅവത്ത് നടത്തണം. ആ പയ്യന്മാരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഉസ്താദേ എന്നതുകൊണ്ട് പറയാതിരിക്കണോ വേണ്ടത്? അല്ല, നമ്മളെ ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കണം. ചിലര് പറയാറുണ്ട് എന്റെ വാപ്പാക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ ഒന്നും പുറത്ത് കാണിക്കൂല. പിന്നെ എന്ത് സ്നേഹമാണ് എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ ഞാൻ പറയണം, എന്റെ വീട്ടില് ഒരുപാട് ബുക്സ് ഉണ്ട്. എന്റെ വീട്ടിലേക്ക് ഹോളിലേക്ക് കയറി വന്നാൽ തന്നെ ഷെൽഫ് നിറച്ചു ബുക്കുകളാണ്. ആണല്ലേ, പക്ഷെ ഞാൻ ഒന്നും വായിക്കൂല. പിന്നെ എന്തിനാണോ ലൈബ്രറി? എന്തിനാണത്? തവല്ല അവിടെ ഭദ്രാവതി കട ഉറങ്ങുന്നുണ്ടോ? ഒന്ന് ആലോചിക്കുക. ഇതുപോലെയാണ് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച സ്നേഹം, ഉള്ളിൻ്റെ ഉള്ളിൽ നിറച്ചുകൊണ്ട് നടക്കുന്ന സ്നേഹം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നിടത്തോളം അതൊരു ഭദ്രാവതി കട പോലെയാണ്. അതുകൊണ്ട് ആർക്കെന്ത് ഗുണം? എന്ത് ഗുണമുണ്ടായി? നിങ്ങൾക്കും സ്നേഹം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല, മറ്റുള്ളവർക്ക് നിങ്ങളിൽ നിന്ന് സ്നേഹം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആകരുത്. സംസാരിക്കണം, മക്കളുമായി, ഭാര്യയുമായി ഒരുപാട് സംസാരിക്കണം, ആവശ്യത്തിനൊക്കെ സംസാരിക്കണം, കാര്യങ്ങൾ ഷെയർ ചെയ്യണം. മുഖത്തോട് മുഖം നോക്കിയിരുന്ന് വർത്താനം പറഞ്ഞാൽ പടച്ചോന്റെ കാരുണ്യം ഇറങ്ങുന്നല്ലേ പറഞ്ഞത്? അതിനുള്ളൊക്കെ സമയം കണ്ടെത്തണമേ. ഇല്ലെങ്കിൽ പിന്നെ എന്ത് ലൈഫ്?